എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ വിഷു സദ്യ എങ്ങനെയാണ് റെഡിയാക്കിയതെന്ന് നോക്കാം. അച്ചാറുകളെല്ലാം നേരത്തെ ഉണ്ടാക്കി വയ്ക്കാം. മാങ്ങ അച്ചാർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. ഇനി ഒരു പടുകപ്പുളി നാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പും മുളക് പൊടിയും ഉലുവാപ്പൊടിയും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. സദ്യകളിലൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു അച്ചാറാണ് പടുകപ്പുളി നാരങ്ങ അച്ചാർ. നല്ലൊരു ടേസ്റ്റുമാണ്. ഉലുവാപ്പൊടിയും ചേർത്തു. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മൂടി വെക്കാം. ഇനി കറികളൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് ചുരുക്കത്തിൽ ഓടിച്ചൊന്ന് നോക്കാം. ഇനി നമുക്ക് പുളിയിഞ്ചി ഉണ്ടാക്കാം. ഇഞ്ചി പൊടിയായിട്ട് കൊത്തി അരിഞ്ഞതിന് ശേഷം ഉരുളിയിലിട്ട് ഇതുപോലെ തന്നെ വറുത്തെടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുത്ത് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് കൂടെ വറുത്ത് കറിവേപ്പിലയും എല്ലാം ചേർത്ത് പൊടികളെല്ലാം ചേർത്ത് നമ്മൾ 2 വർഷം മുമ്പ് ഉണങ്ങി വെച്ച വാളംപുളി, കറുപ്പ് കളർ കിട്ടുന്ന വാളംപുളിയാണ്. വാളംപുളിയും ചേർത്ത് പുളിയിഞ്ചിക്കറി റെഡിയാക്കി കടുക് വറുത്തിട്ടു. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. പുളിയിഞ്ചി നല്ല ടേസ്റ്റായിട്ടുണ്ട്. ഇനി അടുത്തത് കാളൻ, കുറുക്ക് കാളനാണ്. മാമ്പഴക്കാലമാണല്ലോ, അതുകൊണ്ട് നമുക്ക് മാമ്പഴക്കാളൻ തന്നെ ഉണ്ടാക്കാം. മാമ്പഴം വേവിച്ച് തൈര് ഉടച്ച് ചേർത്ത് അരപ്പും ചേർത്തു കുറുക്കി കടുക് വറുത്തിട്ടു. ഇത്രയും നമുക്ക് തലേദിവസം ചെയ്ത് വെച്ചാൽ പിന്നെ അത്രയും എളുപ്പമുണ്ട്. ഇനി രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം സാമ്പാർ റെഡിയാക്കാം. സാമ്പാറും കടുക് വറുത്ത് കഴിഞ്ഞു. അതിനുശേഷം അവിയൽ റെഡിയായി. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാം ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ സദ്യ റെഡിയാവും. ഇനി ഒരു മെഴുക്കുവരട്ടിയും വേണമല്ലോ. കായ മെഴുക്കുവരട്ടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ബീൻസ് തോരനും റെഡിയാക്കി. ഇനി മെയിനായിട്ടുള്ള പായസമാണല്ലോ. നുറുക്ക് ഗോതമ്പ് പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാൽ വേവിച്ചിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. ഇനി നട്ട്സും കിസ്മിസും ആവശ്യത്തിന് മധുരവും എല്ലാം ചേർത്ത് പായസം റെഡിയായി. പപ്പടവും കാച്ചി കഴിഞ്ഞു. ചക്ക ഉപ്പേരി ഉൾപ്പെടെ എല്ലാം ഇലയിൽ വിളമ്പാം. നമ്മുടെ കൊച്ചു സദ്യ റെഡിയായി. ഇനി നമുക്ക് ഊണ് വിളമ്പാം. കറികൾ ഓരോന്നും ഇലയിൽ വിളമ്പി പപ്പടവും വെച്ച് ചോറ് വിളമ്പാം. 1 ടീസ്പൂൺ നെയ്യും പരിപ്പും പപ്പടവും കൂടെ കൂട്ടി കഴിക്കുന്നത് ആദ്യമേ അതൊരു ഉരുള കഴിക്കണം. അതിന് ശേഷമാണ് നമ്മൾ സാമ്പാർ കറികൾ ഓരോന്നും കൂട്ടി കഴിക്കുന്നത്. ഒരു ചെറിയ സദ്യ തന്നെ ഇവിടെ റെഡിയാക്കി. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും വിഷു ആശംസകൾ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.